ഹായ്, പാക്കേജ് ഒന്നും എടുക്കാതെ എങ്ങനെ ഒരു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നോക്കിയാലോ? ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു 7 days ട്രിപ്പായിരുന്നു. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ ഫ്ലൈറ്റിനും പിന്നെ അവിടുന്ന് ബസ്സിനുമാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എത്ര നേരത്തെ ബുക്ക് ചെയ്യുന്നോ അത്ര റേറ്റ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. പക്ഷേ എല്ലാവരുടെയും സംശയം ഡൽഹിയിൽ നിന്ന് മണാലി വരെ എങ്ങനെ ട്രാവൽ ചെയ്യും എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള എല്ലാ ബസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാശ്മീരി ഗേറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹി റീച്ച് ആയി കഴിഞ്ഞ് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം കാശ്മീരി ഗേറ്റിന് നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നൈറ്റ് ടൈം ആയി കഴിഞ്ഞാൽ കാശ്മീരി ഗേറ്റിലേക്ക് എത്താനായിട്ട് നല്ല ട്രാഫിക് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ബുക്കിംഗ് ആപ്പ് വഴി വേണമെങ്കിലും ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ബുക്ക് ചെയ്തത് സിംഗ് ബസ് ആയിരുന്നു. ആൻഡ് അന്ന് ഈവനിങ് തന്നെ ബസ്സിന്റെ കോർഡിനേറ്റർ അടുത്ത് നമുക്കൊരു കോൾ വന്നു. നമ്മൾ കാശ്മീരി ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബസ്സിന്റെ ടൈമിംഗ് അനുസരിച്ച് ഒരു ഹാഫ് ആൻ അവർ ഏർലിയെങ്കിലും കാശ്മീരി ഗേറ്റ് റീച്ച് ആവാൻ നോക്കുക. കാരണം നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിൽ പോകാൻ. അപ്പോൾ സാറ്റർഡേ സൺഡേസ് ഒക്കെയാണ് നിങ്ങൾ റീച്ച് ആവുന്നുണ്ടെങ്കിലും നല്ല തിരക്കായിരിക്കും അവിടെ. മാക്സിമം നിങ്ങൾ നേരത്തെ എത്താൻ ശ്രമിക്കുക. നമ്മുടെ ബസ് ടൈമിൻ്റെ 15 minutes മുന്നേ തന്നെ ബസ്സിൻ്റെ കോർഡിനേറ്റർ വന്ന് നമ്മുടെ സീറ്റ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബസ് എവിടെയാണോ പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങോട്ട് ആ ബസ്സിൽ ബുക്ക് ചെയ്തേക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാശ്മീർ ഗേറ്റ് എത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ബസ് കണ്ടുപിടിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരായിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. ഡൽഹിയിൽ നിന്ന് മണാലി വരെ നമുക്ക് ബസ്സിന് ഒരു 12 hours ട്രാവൽ ഉണ്ട്. ആൻഡ് മണാലി റീച്ച് ആയി കഴിഞ്ഞാൽ മണാലി ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഒരുപാട് ടാക്സി സർവീസ് അവൈലബിൾ ആണ്. ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് ആ ടാക്സിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നുള്ളതും ഹോട്ടൽ ഡീറ്റെയിൽസും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.